നവംബർ 18 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ അമാന്തോസ്, വിശുദ്ധ കോൺസ്റ്റാന്റ്, ക്ലൂണിയിലെ വിശുദ്ധ ഓഡോ, വിശുദ്ധ ഫെർഗൂസ്, ആന്റിയോക്കിലെ വിശുദ്ധ ഹെസിക്കിയൂസ്, വിശുദ്ധ കെവൻ. ക്ലൂണിയിലെ വിശുദ്ധ ഓഡോ. 877 942 കാലഘട്ടത്തിലാണ് ക്ലൂണിയിലെ വിശുദ്ധ ഓഡോ ജീവിച്ചിരുന്നത്. ഫ്രാൻസിലെ മൈൻ ടുറൈൻ പ്രദേശങ്ങൾക്കിടയിലുള്ള അതിർത്തി പ്രദേശമായ മാൻസിലിലെ അക്വിറ്റയിൽ വെച്ച് 877 ഒരു ക്രിസ്തുമസിന് തലേന്നാൾ തനിക്കൊരു ആൺകുട്ടിയെ തരണമെന്ന് അക്വിറ്റയിലെ പ്രഭു ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കേട്ട് ഒരു പുത്രനെ നൽകി. അങ്ങനെ ആ പുത്രന് ഓഡോ എന്ന് പേര് നൽകി. കൃതജ്ഞതാ നിർഭരനായ പിതാവ് കുഞ്ഞിനെ വിശുദ്ധ മാർട്ടിന് കാഴ്ചവെച്ചു. ഓഡോ വിജ്ഞാനത്തിലും സുഹൃത്തത്തിലും വളർന്നു വന്നു. അക്വിറ്റയിലെ വില്യം ഒന്നാമൻ്റെ കോടതിയിൽ നിന്നാണ് പ്രാഥമിക വിദ്യാഭ്യാസം ഓഡോ നേടിയത്. പിന്നീട് ഓക്സറിയിലെ റെമിഞ്ചിയസിൻ്റെ കീഴിൽ പാരീസിൽ പഠിച്ചു. അങ്ങനെ വലിയൊരു ഉദ്യോഗസ്ഥനായി പുത്രനെ കാണാനാണ് പിതാവ് ആഗ്രഹിച്ചത്. എന്നാൽ പ്രസാദപരം ഓഡോയെ ദൈവ ശുശ്രൂഷയിലേക്കാണ് ആകർഷിച്ചത്. ഓഡോയുടെ ആരോഗ്യം അത്ര മെച്ചമായിരുന്നില്ല. അവൻ്റെ ഹൃദയം അതുകൊണ്ട് തന്നെ അതിൽ വളരെയേറെ ദുഃഖിച്ചിരുന്നു. അവസാനം ഓഡോ ടൂൾസിലെ മാർട്ടിനേത്തിലിനെ ശരണം വെച്ച് അവിടെ താമസിച്ചു. മതപരമായ സമർപ്പണം തിരഞ്ഞെടുക്കുന്നതിന് മുൻപായി കൃപയുടെ ഒരു പ്രത്യേക നിമിഷത്തിൻ്റെ ആന്തരിക അനുഭവം ഓഡോയ്ക്കുണ്ടായിരുന്നു. അദ്ദേഹം തന്നെ അത് മറ്റൊരു സന്യാസിയായ ജോൺ ഡി ഇറ്റാലിയനുമായി ചർച്ച ചെയ്തിരുന്നു. ഓഡോ അപ്പോൾ 16 വയസ്സുള്ള ഒരു കൗമാരക്കാരനായിരുന്നു. പരിശുദ്ധ കന്യകാമാതാവിനോട് ഓഡോയ്ക്ക് പ്രത്യേക ഭക്തി തന്നെ ഉണ്ടായിരുന്നു. ഒരു ക്രിസ്തുമസ് രാവിൽ പരിശുദ്ധ കന്യകയോടുള്ള ഈ പ്രാർത്ഥന സ്വയമേവ തൻ്റെ ചുണ്ടുകളിലേക്ക് ഉയരുന്നത് ഓഡോയ്ക്ക് അനുഭവപ്പെട്ടു. അതിങ്ങനെയായിരുന്നു: എൻ്റെ മാതാവേ, ഈ രാത്രിയിൽ രക്ഷകനെ പ്രസവിച്ച കരുണയുടെ മാതാവേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഏറ്റവും ഭക്തിയുള്ള അമ്മേ, നിങ്ങളുടെ മഹത്വവും അതുല്യവുമായ പ്രസവാനുഭവം എൻ്റെ അഭയമായിരിക്കട്ടെ. മദർ ഓഫ് മേഴ്സി എന്നും ലോകത്തിൻ്റെ ഏക പ്രത്യാശ, സ്വർഗത്തിൻ്റെ കവാടങ്ങൾ ഞങ്ങൾക്കായി തുറന്നു കൊടുത്തതിന് നന്ദി എന്നും പരിശുദ്ധ അമ്മേ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം അമ്മയെ വിളിച്ചിരുന്നു. വിശുദ്ധനായ ബെനഡിക്റ്റിൻ്റെ ആദർശത്തിൽ ആകൃഷ്ടനായ ഓഡോ തൻ്റെ രോഗമെന്ന് ശമിച്ചപ്പോൾ ബോമിലുള്ള ബെനഡിക്റ്റൈൻ ആശ്രമത്തിൽ ചേർന്നു. അവിടുത്തെ ആബിയിൽ സന്യാസിയായി. പിന്നീട് അദ്ദേഹം ക്ലൂണിയിലേക്ക് മാറി. ക്ലൂണിയിൽ അന്ന് ഒരാശ്രമം പണിയുന്നുണ്ടായിരുന്നു. അവിടെ ഓഡോ അതിൻ്റെ ആബട്ടായി നിയമിക്കപ്പെട്ടു. വിവേകപൂർവ്വം തൻ്റെ ജോലികൾ അദ്ദേഹം നിർവഹിച്ചു. ഫ്രാൻസിലെയും ഇറ്റലിയിലെയും ആശ്രമങ്ങൾ നവീകരിക്കുന്നതിന് ജോൺ 11 മാർപ്പാപ്പ ഓഡോയെ ഭരമേൽപ്പിച്ചു. ഒരു വിശുദ്ധൻ്റെ മാധുര്യം അദ്ദേഹത്തിൻ്റെ വ്യാപാരത്തിൽ പ്രകടമായിരുന്നു. നാടുവാഴികൾ തമ്മിലുള്ള തർക്കങ്ങൾ തീർക്കുവാൻ ലയോ 7 മാർപ്പാപ്പ അദ്ദേഹത്തെ പലപ്പോഴും നിയോഗിക്കുകയുണ്ടായിട്ടുണ്ട്. ഈ ദൃശ്യമായ ഒരു കാര്യത്തിന് അദ്ദേഹം റോമായിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന് രോഗം ബാധിച്ചു. അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന അനുസരിച്ച് അദ്ദേഹത്തെ ടൂൾസിലേക്ക് കൊണ്ടുപോയി. അവിടെ അദ്ദേഹം വിശുദ്ധ മാർട്ടിൻ്റെ പാദാന്തികത്തിൽ കിടന്ന് മരിച്ചു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധൻ്റെതായ കൃപാവരം ഓഡോയ്ക്ക് ദൈവം നൽകിയിരുന്നു. വർഷങ്ങളായി പീഡിപ്പിക്കപ്പെട്ടിരുന്ന തൻ്റെ ആശ്രമത്തിലെ ഒരു സന്യാസിയിൽ നിന്ന് പൈശാചിക ആത്മാവിനെ പ്രാർത്ഥനയിലൂടെ പുറത്താക്കാൻ ഓഡോയ്ക്ക് സാധിച്ചു. അതുപോലെ തന്നെ രോഗശാന്തി വരവും ദൈവം നൽകിയിരുന്നു. വിവിധ പ്രാർത്ഥനകളിലൂടെ മറ്റുള്ളവർക്ക് രോഗസൗഖ്യം ഓഡോ നൽകി പോന്നു. ഒരവസരത്തിൽ തീർന്നുപോയ റൊട്ടി വർദ്ധിപ്പിച്ചു കൊടുക്കാൻ ദൈവകൃപയാൽ ഓഡോയ്ക്ക് സാധിച്ചു. ഒരിക്കൽ മാലാഖമാരുടെ ദർശനം ലഭിക്കുകയും വിശുദ്ധ കീർത്തനങ്ങൾ മാലാഖമാർ ഓഡോയ്ക്ക് നൽകുകയും ചെയ്തു. അത് സഭയുടെ ആരാധനാക്രമത്തിൽ ചേർത്തിട്ടുമുണ്ട്. തിരുസഭ ഓഡോയെ വരൾച്ച ഇല്ലാതാക്കി മഴ തരുന്നതിനും സംഗീതജ്ഞന്മാരുടെയും രക്ഷാധികാരിയായിട്ടാണ് അംഗീകരിച്ചിരിക്കുന്നത്.